ഹായ് ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്ലാസ് 9 എൻട്രൻസ് എക്സാം നവോദയ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്കിന്ന് ഓൾജിബ്രൈക് എക്സ്പ്രഷനിലുള്ള ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കി, if x plus 1 by x equal to 5, then find the value of x square plus 1 by x square. x plus 1 by x ന്റെ വാല്യൂ തന്നിട്ടുണ്ട് എങ്കിൽ x square plus 1 by x square ന്റെ വാല്യൂ കാണാനാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഏതാണ്? a plus b the whole square എന്ന് പറഞ്ഞാൽ എന്താണ്? a square plus b square plus 2ab അല്ലെ? ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കേസിൽ x പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്നിട്ട് x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ചോദിച്ചേക്കുക. ഇവിടെ നമുക്ക് a ആയിട്ട് എക്സിനെയും അതേപോലെ തന്നെ ഇവിടെ 1 ബൈ എക്സിനെ b ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ x പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലെ? അപ്പൊ 1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സ്, ബിയുടെ സ്ഥാനത്ത് 1 ബൈ എക്സ് അല്ലെ? കട്ട് ചെയ്ത് പോകും. ദാറ്റ് ഈസ് പ്ലസ് 2 അല്ലെ? ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ഇവിടെ കിടക്കട്ടെ. ഈ 2 ഈക്വൽ ടു ഇപ്പുറത്ത് പോയാൽ എന്ത് വരും? മൈനസ് ആവും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ആണ്. എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ തന്നിട്ടില്ലേ? 5. സോ 5 സ്ക്വയർ മൈനസ് 2 ദാറ്റ് ഈസ് 25 മൈനസ് 2 23. ക്ലിയർ ആണോ? ഓപ്ഷൻ ബി 23. മനസ്സിലായോ? അപ്പം ഇവിടെ ഒരു ഐഡന്റിറ്റി, ഈ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ക്ലിയർ അല്ലേ? അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് x മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 5, then find the value of x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. നേരത്തെ x പ്ലസ് ആയിരുന്നു, ഇവിടെ x മൈനസ് 1 ബൈ എക്സ് ആയി. ചോദിക്കുന്നത് x സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ തന്നെ. അങ്ങനെയാണെങ്കിൽ എന്താ? നമുക്ക് അടുത്ത ഐഡന്റിറ്റി ഏതാ അറിയേണ്ടത്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലെ? ഈ ഐഡന്റിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറയുക എക്സ് മൈനസ് 1 ബൈ എക്സ് തന്നേക്കുന്നത്, അതിന്റെ നമ്മൾ സ്ക്വയർ എടുക്കും. അപ്പൊ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ 1 ബൈ എക്സ് സ്ക്വയർ, പിന്നെന്താ? ഒരു മൈനസ് അതിന് വരും അല്ലെ? മൈനസ് 2ab, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ എക്സും എക്സും ക്യാൻസൽ ആയിപ്പോ 2 മാത്രം. സോ മൈനസ് 2. നമുക്ക് വേണ്ടത് ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 1 ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇത് പ്ലസ് 2 ആവും. ഈ 2 ഇപ്പുറത്ത് വരുമ്പോ എന്തായി? പ്ലസ് ആയി. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ നമ്മുടെ ആൻസർ? എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ദാറ്റ് ഈസ് 5 സ്ക്വയർ പ്ലസ് 2, 25 പ്ലസ് 2 27. ക്ലിയർ ആണോ? ആൻസർ ഓപ്ഷൻ സി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇവിടെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ചെഴുതി അല്ലെ? ഇനി നമുക്കൊരു ഒറ്റ സ്റ്റെപ്പിൽ ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ ഇതിന്റെ ആൻസർ എഴുതാം. അതെങ്ങനെയാന്ന് നോക്കിയേ. ഞാനൊരു ഇക്വേഷൻ പഠിപ്പിക്കുന്നുണ്ട്. എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ എ, അതായത് എന്തും ആയിക്കോട്ടെ, എ എന്നൊരു വേരിയബിൾ ഇപ്പൊ ഞാൻ പറയുവാണ്. എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മളോട് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് 2 ആയിരിക്കും. ഈ തന്നിരിക്കുന്ന എയുടെ സ്ക്വയർ എടുക്കുക, അതിൽ നിന്ന് 2 മൈനസ് ചെയ്യുക. ക്ലിയർ ആണോ? ഇവിടെ പ്ലസ്, അതായത് നമുക്ക് തരുന്ന എ തരുന്നത് എക്സ് പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഓക്കെ, ഇനി എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു എ എന്നാണ് തരുന്നതെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ അത് ചോദിച്ചാൽ എന്തായിരിക്കും? എ സ്ക്വയർ പ്ലസ് 2 ആയിരിക്കും. ചോദിക്കുന്ന എപ്പോഴും ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ് ഞാൻ ഇവിടെ ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു എ ആണെങ്കിൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് 2 ആണ്. ഇനി എക്സ് മൈനസ് ആണ് വന്നെങ്കിൽ ഇവിടെ എ സ്ക്വയർ പ്ലസ് 2 ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തേ. അതേപോലെ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഈക്വൽ ടു 3, ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. എക്സ് പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്
എങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എന്താണെന്ന്. എന്താ ചെയ്യേണ്ടത്? ഈ 3 സ്ക്വയർ എയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 3 അല്ലേ? ദാറ്റ് ഈസ് 3 സ്ക്വയർ പ്ലസ് ആണോ മൈനസ് ആണോ? ഇവിടെ പ്ലസ് ആണ് തന്നെങ്കിൽ നമ്മുടെ ആൻസറിൽ വരും മൈനസ് ചെയ്യണം. -2. ദാറ്റ് ഈസ് 9 - 2 7. ഓപ്ഷൻ ബി 7. ക്ലിയർ അല്ലേ? അടുത്ത ടൈപ്പ് നോക്കിയേ. ഇഫ് എക്സ് പ്ലസ് 1/x = 3, then find the value of x³ plus 1/x³. നോക്കിയേ, എക്സ് പ്ലസ് 1/x തന്നിട്ട് x³ plus 1/x³. അപ്പം ഇത് ക്യൂബുമായിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഐഡന്റിറ്റി ഏതാണ്? a plus b the whole cube എന്ന് പറഞ്ഞാൽ എന്താണ്? a³ plus b³ plus 3ab into a plus b അല്ലെ? ഈ ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. a plus b the whole cube എന്ന് പറഞ്ഞാൽ a³ plus b³ plus 3ab into a plus b ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാം x plus 1/x the whole cube എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് x അല്ലെ? x³ പ്ലസ് ബി യുടെ സ്ഥാനത്ത് 1/x. അപ്പൊ അതിന്റെ ക്യൂബ് എടുക്കുമ്പം 1/x³ പ്ലസ് 3ab 3x into 1/x അത് ക്യാൻസൽ ആയി പോവല്ലോ. സോ 3 എന്ന് മാത്രമായി ഇൻറ്റു a plus b. a plus b എന്ന് പറഞ്ഞാൽ x plus 1/x. ക്ലിയർ അല്ലേ? നമ്മളോട് ചോദിക്കുന്ന ഏതാ? ഈ x³ plus 1/x³ ആ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഇത്? ഇവിടെ നോക്കിയിട്ട് ഈ ഒരു ടേം ഇപ്പുറത്ത് വരുമ്പോ എന്താവും? മൈനസ് ആവും. x plus 1/x the whole cube minus 3 into x plus 1/x. അതാണ് എന്ത്? നമ്മുടെ x³ plus 1/x³. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കുന്ന x³ plus 1/x³. അപ്പൊ ചെയ്യാൻ എന്താ? x plus 1/x അതിന്റെ വാല്യൂ 3 എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3³ മൈനസ് 3 ഇൻറ്റു വീണ്ടും x plus 1/x വാല്യൂ എടുക്കുക 3 ഇൻറ്റു 3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 3³ 27 മൈനസ് 9 അല്ലെ? ചെയ്യുമ്പോൾ എന്ത് വരും? 18. ക്ലിയർ അല്ലേ? സോ ആൻസർ ഓപ്ഷൻ ബി. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഐഡന്റിറ്റി ഏതാണ്? a plus b the whole cube അല്ലെ? a³ plus b³ plus 3ab into a plus b. അപ്പൊ ഇതേപോലെ അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇഫ് x minus 1/x = 3, then find the value of x³ minus 1/x³. അപ്പൊ നമുക്ക് അറിഞ്ഞേണ്ട ഐഡന്റിറ്റി ഏതാണ്? a minus b the whole cube a³ minus b³ minus 3ab into a minus b. ക്ലിയർ അല്ലേ? a plus b ആയിരുന്നെങ്കിൽ എല്ലായിടവും പ്ലസ്, മൈനസ് വരുമ്പോൾ രണ്ടാമത്തെ ടേം അല്ലെ? b³ മൈനസ് ആണ് രണ്ടാമത്. ഇവിടെ മൈനസ് 3ab into a minus b. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. x minus 1/x the whole cube എന്ന് വെച്ചാൽ എന്ത് വരും? x³ മൈനസ് 1/x³ മൈനസ് 3ab 3 into x into 1/x അല്ലെ? x ഉം ക്യാൻസൽ ആയി പോകും. 3 മൈനസ് 3 into a minus b എന്ന് പറഞ്ഞാൽ x minus 1/x. ഓക്കെ, നമുക്ക് വേണ്ട ഏതാണ്? x³ minus 1/x³. അതായത് ഇതാണ് നമുക്ക് വേണ്ടത്. സോ അതിവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തൊരു ഈ ടേം മൈനസ് 3 into x minus 1/x ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് എന്തായി? ഇത് മൈനസ് ആണ്. ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? ഇത് പ്ലസ് ആയി അല്ലെ? ദാറ്റ് ഈസ് x minus 1/x the whole cube plus 3x minus 1/x ആകും എന്ത്? x³ minus 1/x³ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരായോ? x minus 1/x വാല്യൂ 3 ആണ്. 3³ പ്ലസ് 3 into x minus 1/x 3 3 into 3. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് 27 പ്ലസ് 9 എന്ത് വരും? 33. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ 33. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതേപോലത്തെ രണ്ടെണ്ണം പഠിച്ചു അല്ലെ? ക്യൂബ് വരുന്നത്. അപ്പൊ ഇത് ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം. ഇനിയും ഇതിന് ഞാനൊരു ഷോർട്ട് കട്ട് ഇക്വേഷൻ പറഞ്ഞുതരാം. നോക്കിയേ, x plus 1/x = a ആണെങ്കിൽ x³ plus 1/x³ എന്താണ്? അതായത് ഇവിടെ പ്ലസ് തന്നെ, ചോദ്യവും പ്ലസ് തന്നെ. എന്താണ്? a³ മൈനസ് 3a. ക്ലിയർ ആണോ? a³ മൈനസ് 3a ആണ്. ഇനി x മൈനസ് 1/x = a യും ചോദ്യം x³ മൈനസ് 1/x³ ആണെങ്കിൽ അവിടെ a³ പ്ലസ് 3a. ഓക്കെ ആണോ?
ഞാൻ ആദ്യം ആ ഒരു ഐഡന്റിറ്റി വെച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ ഐഡന്റിറ്റി നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും വേറെ നമുക്ക് വരാറുണ്ട് അല്ലെ. അപ്പം ഇത് ഇൻ കേസ് നമ്മളിത് നന്നായിട്ട് നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കുക, കുറെ തവണ ഒന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഓക്കെ, അപ്പൊ ഇൻ കേസ് മറന്നു പോയാലും ആ മറ്റേ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യത്തെ ആ ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിവതൊന്ന് പഠിക്കാൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. എക്സ് പ്ലസ് 1/x ഇക്വൽ ടു എ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്താണ്? എ ക്യൂബ് മൈനസ് 3a. അതേപോലെ എക്സ് മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ഒരു എ ക്യൂബ് പ്ലസ് 3a ആയിരിക്കും. ക്ലിയർ ആണോ? അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എക്സ് പ്ലസ് 1/x ഇക്വൽ ടു 5 ആണ് എങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് അല്ലെ, ഇവിടെയും പ്ലസ് ആണ്, ചോദ്യം പ്ലസ് ആണ് അല്ലെ. അപ്പൊ എന്താ ആൻസർ? 5 ക്യൂബ് മൈനസ് പ്ലസ് ചോദിച്ചാൽ നമ്മുടെ ആൻസറിൽ മൈനസ് വരും അല്ലെ, 3 into 5. ക്ലിയർ ആണോ? ദറ്റ് ഈസ് 125. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125. 125 മൈനസ് 15 എന്ത് വരും? 110. ആൻസർ ഓപ്ഷൻ ബി 110. പെട്ടെന്ന് കിട്ടത്തില്ലേ ഇത് പഠിച്ചു വെച്ചിരുന്ന? ക്ലിയർ ആണോ? ഇനി ഇതേപോലെ മോഡലിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം നോക്കിയേ. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 then find the value of x cube plus 1/x cube. ഇപ്പൊ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് ആ ചോദിച്ചേക്കുന്നത്. നമ്മളുടെ എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഇപ്പൊ അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാ അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ അതിൽ നിന്ന് എക്സ് പ്ലസ് 1/x കണ്ടുപിടിക്കണം. അതിന് ചെയ്യാവുന്ന എന്താണ്? ഡിവൈഡ് ബൈ എക്സ് ഓൺ ബോത്ത് സൈഡ്. ഒരു സൈഡ് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, രണ്ട് സൈഡിലും കൂടെ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഒന്ന് ഡിവൈഡ് ചെയ്തേ. ഈ സൈഡിൽ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്തു, ഈ സൈഡിൽ എക്സ്. ഈ സൈഡിൽ 0 എന്നല്ലേ, 0/x എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇവിടെ ചെയ്യുമ്പോഴെന്താ? എക്സ് സ്ക്വയർ ബൈ എക്സ് എന്തായി? എക്സ് ആയി. പ്ലസ് 3x/x, എക്സും എക്സും കട്ട് ചെയ്ത് പോയി 3 ആയി. പ്ലസ് 1/x. നോക്കിയേ, ഇങ്ങനെ കിട്ടി. ഒന്ന് നോക്കിയേ, എക്സ് പ്ലസ് 1/x കിടപ്പുണ്ടല്ലേ. അപ്പൊ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു എന്തൊരു? ഈ പ്ലസ് 3 ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് -3 ആയി. അപ്പൊ എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ -3 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? എക്സ് പ്ലസ് 1/xന്റെ വാല്യൂ എ ആണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് 1/x ക്യൂബ് എന്നാൽ എ ക്യൂബ് മൈനസ് 3a ആണ് അല്ലെ. ഇപ്പൊ എ ക്യൂബ് എടുത്തേ, എയുടെ സ്ഥാനത്ത് -3 അല്ലേ, -3 ക്യൂബ് മൈനസ് എന്താണ്? 3a. 3 into എയുടെ സ്ഥാനത്ത് -3. സോൾവ് ചെയ്തേ. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 അല്ലെ. പവർ ഇവിടെ ഓഡ് ആയതുകൊണ്ട് അതിന് എന്താ വരുന്നത്? നെഗറ്റീവ് വരും. സോ -27 പ്ലസ് ഇവിടെ -3യും കൂടെ അത് പ്ലസ് ആയില്ലേ, സോ +9. ക്ലിയർ ആണോ? ഇനി എന്താ ആൻസർ വരുന്നത്? ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എടുക്കുന്നു, അപ്പൊ 18 വരുന്നു. ദെൻ വലിയ നമ്പറിനല്ലേ നെഗറ്റീവ് സൈൻ വന്നേക്കുന്നത്, സോ നെഗറ്റീവ്. അപ്പൊ ആൻസർ -18. ഓപ്ഷൻ സി -18. ക്ലിയർ അല്ലേ? അപ്പൊ സൈൻ വന്നത് കൊണ്ട് ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 5 then find the value of 2x by 3x square minus 5x plus 3. ഈ എക്സ് പ്ലസ് 1/x എന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് എങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഇതിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഒരു സ്ക്വയറും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പോലെയൊക്കെ കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ വാല്യൂ അറിയണം. ഓക്കെ, പക്ഷെ നമ്മൾ ചെയ്തു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇതിന്റെ ഒന്ന് റെസിപ്രോക്കൽ എടുക്കും. അതായത് 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 3 ബൈ 2x ഇങ്ങനെ വെച്ച് നമ്മൾ ചെയ്യുക. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാലും പോരായോ? ഇപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് y എന്ന ആൻസർ കിട്ടിയാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/y എടുത്താൽ പോരെ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തതിനോട് ഈ 2x എല്ലാ ടേംസിനെയും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഡിവൈഡ് ചെയ്തേ, അപ്പൊ എന്തുവരും? ഇവിടെ 3/2, എക്സ് ഒരെണ്ണം കട്ടായിട്ട് ഇവിടെ ഒരു എക്സ് വരും. മൈനസ് ഇവിടോ 5/2 അല്ലെ, എക്സ് അങ്ങ് പോയി. ഇവിടോ പ്ലസ് 3/2 എക്സ് എന്ന് വരും അല്ലെ. ഇതിന്റെ വാല്യൂ ആണ് ഈ പറയുന്നത് ഈക്വൽ ടു ഇതിങ്ങനെയാണ് എഴുതുന്നത് ആണല്ലോ. ഇനി ഒന്ന് അറേഞ്ച് ചെയ്തേ. ഇറ്റ് ഈസ് 3/2 into 1/x അല്ലെ. എക്സ് 2ന്റെ കൂടാണ് എക്സ് കിടക്കുന്നത്. സോ 3/2 into 1/x. ഇനി ഒന്ന് നോക്കിയേ, ഇത് കണ്ടോ, 3/2x പ്ലസ് 3/2 1/x ഇങ്ങനെയല്ലേ കിടക്കുന്നേ, -5/2.
ഇനി ഒന്ന് നോക്കി, നമുക്ക് വേണ്ടത് എപ്പോഴും എക്സ് പ്ലസ് വൺ ബൈ എക്സ്. നമുക്ക് ഇവിടെ എക്സ് പ്ലസ് വൺ ബൈ എക്സിന്റെ വാല്യൂ തന്നേക്കുന്നത്. അപ്പൊ അതിനെ ആ ഒരു രീതിയിലാക്കാൻ ഇവിടെ എന്ത് ചെയ്താൽ മതി, 3/2 കോമൺ എടുക്കാം. 3/2 കോമൺ എടുത്താൽ ഇത് എക്സ് പ്ലസ് 1/x മൈനസ് 5/2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ എക്സ് പ്ലസ് 1/x വാല്യൂ എടുത്താൽ പോരായോ? ദാറ്റ് ഈസ് നമുക്ക് എന്ത് വരും, 3/2 ഇൻറ്റു എക്സ് പ്ലസ് 1/x 5 മൈനസ് 5/2. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് സോൾവ് ചെയ്തേ. 15/2 minus 5/2, that is 10/2 5. പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്യരുത്. ഈ 5 നമുക്ക് കിട്ടിയത് എന്തുവാ, ഈ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 3/2x വാല്യൂ ആണ് നമുക്ക് 5 എന്ന് കിട്ടിയത്. നമ്മളോട് ചോദിക്കുന്ന ഏതാണ്, 2x. അതിന്റെ റെസിപ്രോക്കൽ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ എന്തായിരിക്കും, 1/5 ആയിരിക്കും അല്ലെ. ഇത് 5 ആണെങ്കിൽ 2x/3x² മൈനസ് 5x പ്ലസ് 3 എന്തായിരിക്കും, അതിന്റെ റെസിപ്രോക്കൽ ആയ 1/5. ക്ലിയർ ആണോ? അപ്പം February 8 നിങ്ങളുടെ എക്സാം. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഒരു ടെൻഷനും നിങ്ങൾക്ക് ഉണ്ടാവരുത്. നല്ല ധൈര്യത്തോടു കൂടി നിങ്ങൾ പോയി എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.